മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്തു. അജിത് പവാർ കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യം സുനേത്രയ്ക്ക് നൽകിയില്ല. എക്സൈസ്, കായികം, ന്യൂനപക്ഷ യുവജനകാര്യ വകുപ്പുകളായിരിക്കും സുനേത്ര കൈകാര്യം ചെയ്യുക. സുനേത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. मी सुनेत्रा अजित पवार गांभीर्यपूर्वक प्रतिज्ञा करते की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल ലോക്ഭവനിലെ ചടങ്ങിൽ ഗവർണർ ആചാര്യ ദേവ്രത് സത്യവാചകം ചൊല്ലി നൽകി. സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സദസ്സിൽ നിന്ന് അജിത് പവാർ അമർ രഹേ എന്ന മുദ്രാവാക്യമുയർന്നു. മന്ത്രിസഭയിൽ അജിത് പവാർ കൈകാര്യം ചെയ്ത പ്രധാന വകുപ്പുകളായ ധനകാര്യ, ആസൂത്രണ വകുപ്പുകൾ സുനേത്രയ്ക്ക് ലഭിച്ചില്ല. പകരം കായികം, ന്യൂനപക്ഷകാര്യം, എക്സൈസ്, യുവജനകാര്യം വകുപ്പുകൾ. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനായിരിക്കും ധനകാര്യ വകുപ്പിന്റെ ചുമതല. ശരത് പവാറും സുപ്രിയ സുലെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വിധാൻ ഭവനിൽ ചേർന്ന NCP MLA-മാരുടെ യോഗത്തിൽ സുനേത്രയെ നിയമസഭാ കക്ഷി നേതാവായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. സുനേത്രയ്ക്ക് പകരം മകൻ പാർത്ഥിനെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള നീക്കങ്ങളും മഹാരാഷ്ട്രയിൽ സജീവമാണ്. ഇന്ന് രാവിലെ ബാരാമതിയിലെ വസതിയിലെത്തി പാർത്ത് ശരത് പവാറിനെയും സുപ്രിയയെയും നേരിൽ കണ്ടിരുന്നു. അജിത് പവാറിന്റെ മരണം കഴിഞ്ഞ് 4ാം നാൾ തന്നെയുള്ള തിരക്കിട്ട നീക്കം NCP ലയനത്തെ തടയാനാണെന്നും ശരത് പവാർ പക്ഷത്തിന് അഭിപ്രായമുണ്ട്. സുനേത്രയെ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളും NCPയുടെ ദേശീയ അധ്യക്ഷനെ സംബന്ധിച്ച തീരുമാനങ്ങളുമാണ് അടുത്തതായി മഹാരാഷ്ട്രയിൽ കാത്തിരിക്കുന്നത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.